നമസ്കാരം. ഭാഗ്യം ഏവർക്കും ഒരേപോലെ ആകണം എന്നില്ല. ഏവർക്കും വ്യത്യസ്തമാണ് ഭാഗ്യം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം എപ്രകാരമായിരിക്കും? ഭാഗ്യം തുണയ്ക്കുമോ? ഇത്തരം കാര്യങ്ങൾ ഈ തൊടുകുറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ ചിത്രം ഉപ്പന്റെ ചിത്രമാണ്. ഉപ്പനെ കാണുന്നത് പോലും ഭാഗ്യമാകുന്നു. രണ്ടാമത്തേതായ ചിത്രം പരുന്താണ്. 2 ചിത്രങ്ങളും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന പക്ഷികൾ തന്നെയാകുന്നു. ഈ 2 പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആദ്യം നിങ്ങൾ ഈ 2 പക്ഷികളിലേക്ക് നോക്കണം. ശേഷം നിങ്ങൾക്ക് തോന്നുന്നതായ ഒരു പക്ഷിയുടെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും ഒരു നിമിഷം മഹാവിഷ്ണു ഭഗവാനെ വന്ദിക്കുക. ആദ്യത്തെ പക്ഷിയായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഭാഗ്യവുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായി ഭവിക്കാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ പല അവസരങ്ങളിലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ലഭിക്കേണ്ടതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ ഈ സാഹചര്യത്തിൽ ചില വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകാം. കഴിവുകൾ ഉള്ളവരാണ് നിങ്ങൾ എങ്കിലും തെളിയിക്കുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യം, അതിൽ ചില മാറ്റങ്ങൾ, ചില വ്യത്യാസങ്ങൾ വന്നു ചേരാം. കഴിവുകൾ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് പലവിധ അനുകൂലമായ ഫലങ്ങൾക്കും കാരണമായി തീരും. പലപ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളാൽ പല കാര്യങ്ങളും ചെയ്യുവാൻ പ്രയാസങ്ങളുണ്ട്. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുകയും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ തന്നെ അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ, കഠിനാധ്വാനം ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് തുടരുവാൻ സാധിക്കും. എന്നാൽ അതിന് കൂടുതൽ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരും എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രധാനമായും നിങ്ങൾ സത്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതായ വ്യക്തികളാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് പലവിധ തിരിച്ചടികൾ വന്നു ചേരുന്നത് പലവിധ പ്രയാസങ്ങൾക്കും കാരണമാകുന്നു. എന്നാൽ അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും ജീവിത മൂല്യങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക്, നന്മയുള്ള നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ ഏത് കാര്യങ്ങളെയും തടയുവാൻ സാധിക്കും. പലവിധ കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ വിജയങ്ങൾ വൈകുന്നു, അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങളാണ് എങ്കിൽ പോലും അല്പം വൈകുന്നതായ സാഹചര്യമുണ്ട്. നേരായ സമയത്ത് പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ. ഇതിൽ ചില മാറ്റങ്ങൾ, ശരിയായ സമയത്ത് തന്നെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നന്മയുള്ള മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. ഇവിടെ എന്ത് തെറ്റുപറ്റി എന്ന് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എവിടെയാണ് പിഴച്ചത്, എന്തുകൊണ്ടാണ് തിരിച്ചടികൾ സംഭവിച്ചത്, ആരെല്ലാം നിങ്ങൾക്കെതിരാണ്, ഇത്തരത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും. കൃത്യമായ ഉത്തരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും.
പലരുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ശക്തി നിങ്ങളിൽ വർദ്ധിക്കും. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൃത്യമായി തന്നെ കാര്യങ്ങളെ ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ, വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ മിടുക്കുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് തുടർന്ന് പോരുവാൻ സാധിക്കും. പലവിധ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കുന്നു എങ്കിലും ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ അതിനുമേൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യം, നാൾക്കുനാൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിലും അവ തരണം ചെയ്ത് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കഠിനാധ്വാനത്താൽ ഫലങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഇത്തരത്തിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കടന്നു വരിക. രണ്ടാമത്തെ ചിത്രമായ പരുന്തിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല പ്രതീക്ഷകളും അസ്തമിച്ചതായ സമയമോ അല്ലെങ്കിൽ ഇനി പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കില്ല എന്ന ചിന്താഗതി വച്ച് പുലർത്തുന്നവരോ ആണ് നിങ്ങൾ. പലപ്പോഴും തിരിച്ചടികളാൽ മനസ്സ് തകർന്നു പോകുന്ന സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും തിരിച്ചടികൾ മാത്രമല്ല ജീവിതം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നല്ല കാര്യങ്ങളും ശുഭകരമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. അത്തരത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്നതായ ദിവസങ്ങളാണ് നിങ്ങൾക്ക് മുൻപിലുള്ളത്. വളരെയധികം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം. കാരണം പല കാര്യങ്ങളിലും തിരിച്ചടികളാൽ പ്രയാസം അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഒരു കച്ചിത്തുരുമ്പായി മാറുന്ന സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുക. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് കരുതുന്നതായ പല കാര്യങ്ങളും, അത്തരത്തിൽ ദോഷകരമായ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട്. അത് തുടർന്നും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. എന്നാൽ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നതാണ് വാസ്തവം. അത് ബാധിക്കില്ല എന്നതാണ് കാര്യം. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മുൻകൂട്ടി കണ്ടോ അല്ലെങ്കിൽ ആ സമയത്തെ പ്രവർത്തനങ്ങളാലോ മറികടക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായ സമയത്ത് കൊണ്ടുവരുവാൻ സാധിക്കും. നിങ്ങൾക്ക് മാത്രം സാധിക്കാത്തതായ ചില കാര്യങ്ങൾ ഉണ്ടാകാം. ആ സമയം മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കാം. അത് വേണ്ടപ്പെട്ടവരുടേതാകാം. അത്തരത്തിൽ ആവശ്യ സമയത്ത് ചില സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും നിങ്ങൾക്കുണ്ട്. പലപ്പോഴും പല ചിന്തകൾ നിങ്ങളെ തെറ്റായ വഴിയിലൂടെ നടത്തുന്നു. അല്ലെങ്കിൽ പല തെറ്റായ കാര്യങ്ങളും നിങ്ങൾ അറിയാതെ ചെയ്ത് പോകുന്നവരാണ്. പിന്നീടാണ് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അത്തരം ചില കാര്യങ്ങൾ തുടർന്ന് ചെയ്യാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും കൂടുതൽ തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം നേട്ടങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് തങ്ങൾക്ക് ഈശ്വരനായി അഥവാ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനായി തന്നെ നൽകിയതാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ മതി മറക്കാത്തതായ സാഹചര്യമാണ് വന്നു ചേരുക. സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ഈ സമയം നിങ്ങൾക്ക് ധനപരമോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. പല കാര്യങ്ങളിലും തെറ്റായ ചിന്താഗതി വച്ച് പുലർത്തിയിരുന്നവരാണ് നിങ്ങൾ. പലരും മാറ്റാൻ ശ്രമിച്ചു എങ്കിൽ പോലും മാറ്റാത്തതായ ചില ചിന്താഗതികളുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ മാറ്റാൻ തോന്നും. ആ ചിന്താഗതികൾ തെറ്റായിരുന്നു എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരുകയും വിജയത്തിന്റെ പാത അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ കാര്യങ്ങളിലേക്ക് ചിന്തകൾ മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലരും നിങ്ങളെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ വ്യക്തികൾ നിങ്ങളെ ചതിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. വിശ്വസിക്കാൻ കഴിയുന്നതായ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തികൾ പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ വിശ്വാസ്യത നേടിയെടുത്തു എന്ന് വരാം. പ്രതിസന്ധികളുണ്ട് എങ്കിലും ആ പ്രതിസന്ധികളെ എപ്രകാരം തരണം ചെയ്യണം എന്ന് മനസ്സിലാകാതെ കുഴയുന്നതായ വ്യക്തികളായിരുന്നു ഇതുവരെ കണ്ടിരുന്നത് എങ്കിൽ
അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പ്രതിസന്ധികളെ നിങ്ങൾക്ക് അനായാസം മറികടക്കുവാൻ സാധിക്കും. സന്തോഷം നിറഞ്ഞതായ കുടുംബജീവിതം ആഗ്രഹിക്കുകയും അത് പലവിധ കാരണങ്ങൾ കൊണ്ട്, ബാഹ്യമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് എങ്കിൽ പോലും പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതിൽ മാറ്റങ്ങൾക്കുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ അവസരങ്ങൾ, അത് മാറ്റങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ, മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന സമയം തന്നെയാകുന്നു.